നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള ഒരാൾ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് നമുക്കൊന്ന് 3D മോഡലിലേക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിവിടെ ഇന്ന് എടുക്കുന്നത് സ്കെച്ച് റെൻഡർ എന്നുള്ളതാണ് എടുക്കുന്നത്. ഈ സ്കെച്ച് റെൻഡറിൽ പോയിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ആദ്യം നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നു. ഇത് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മളിവിടെ സ്പീക്കർ എന്നുള്ളടത്ത് പോയിട്ട് നമ്മൾ പറയുകയാണ്, എനിക്കിതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D ഫ്ലോർ പ്ലാനാക്കി മാറ്റുക. ഉണ്ടോ? അപ്പോൾ അത് വന്നു. 3D എന്നുള്ളത് മാത്രം നമ്മളൊന്ന് 3D ആക്കുക. ഓക്കെ, ഇത്ര എഴുതിയിട്ട് നമുക്കിവിടെ പ്രോംപ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ജനറേറ്റ് ആവും. അത് കഴിയുമ്പോൾ നമ്മൾ ജെമിനി പോകുന്നു. ഈ ജെമിനി പോയിട്ട് നമ്മളിവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ അത് നമ്മൾ ചെയ്യേണ്ടത് ഇമേജസ് എന്നുള്ളത്, ഇവിടെ ഇമേജസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ പ്ലസ് ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫോട്ടോസിൽ പോയിട്ട് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഇമേജസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ കിട്ടിയേക്കണ ആ പ്രോംപ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ 2Dക്ക് അനുസരിച്ചിട്ടുള്ള 3D ഇമേജിലേക്ക് അത് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇമേജ് വന്നു. ഇതുണ്ടോ? അപ്പോൾ നമ്മൾ കൊടുത്ത് 2Dക്ക് പകരമായിട്ടുള്ള 3D ഇമേജും കാര്യങ്ങളും വന്നു. ഇത് നമുക്ക് ഇവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു നമ്മൾ കൊടുത്ത ഇമേജ്. ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ്. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇമേജ്. ഈ രീതിയിലുള്ള ആക്യുറസിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഞാനൊന്ന് 3D ഫ്ലോർ പ്ലാനിലേക്ക് ചെയ്ത് നോക്കാം. മാജിക് ഡിസൈൻ മാറിയിട്ട് 3D ഫ്ലോർ പ്ലാൻ കൊടുക്കുന്നു. ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പറയുന്നു, എനിക്കിതിൻ്റെ 3D റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ വേണം. കണ്ടോ? അപ്പോൾ നമ്മൾ കൊടുത്താൽ മതി. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. 3D എന്നുള്ളത് മാത്രം ഞാനിവിടെ കൊടുക്കുന്നു. ഇവിടെ ഞാൻ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ട്. അത് ഞാൻ കറക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ജനറേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും എക്സാക്റ്റ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാം. എന്നാലും അത് റീഡ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്നിട്ട് ഇവിടെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഫോട്ടോസ് എടുക്കുന്നു, ഇമേജ് എടുക്കുന്നു, ഇവിടെ പോയിട്ട് പേസ്റ്റ് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇത് കണ്ടോ? 3D ഫ്ലോർ പ്ലാൻ കൊടുത്തപ്പോഴത്തേക്ക് ഇമേജ് അതുകൊണ്ടോ? ഇതിലേതാണ് നമുക്ക് നല്ലതെന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതേപോലെ രീതിയിൽ കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ലിവിങ്ങിൽ ടി വി, ബെഡിൻ്റെ പൊസിഷൻ, ഡൈനിങ്, കിച്ചണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോന്നായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്തിട്ട് നിങ്ങൾക്കത് ഏറ്റവും നല്ലത് നോക്കി എടുക്കാം. അതിനകത്തും കുഴപ്പമില്ല. സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി.